ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയമക്കളെ, മാർച്ച് 10 ചൊവ്വാഴ്ച തിരുസഭ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന മനോഹരമായ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനയുടെ ആദ്യ വരി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നാണ്. ഞങ്ങളുടെ പിതാവേ എന്നാണ് നാം പ്രാർത്ഥിക്കുക. ഇതൊരു കമ്മ്യൂണിറ്റേറിയൻ ഡൈമെൻഷൻ ഓഫ് പ്രെയർ ആണ്. മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണാതെ ഈ പ്രാർത്ഥന ഹൃദയം കൊണ്ട് ചൊല്ലാൻ ആർക്കും സാധിക്കില്ല. നാം ഒറ്റ പിതാവിൻ്റെ മക്കളാണ് എന്ന ചിന്തയോടുകൂടിയാണ് ഈ 7 പെറ്റീഷൻസും നാം അർപ്പിക്കുക. ഇതിൽ ആദ്യത്തെ 3 ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം സൂചിപ്പിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തുടർന്നുള്ള 4 പെറ്റീഷൻസ് അത് നമ്മുടെ ആവശ്യങ്ങളാണ്. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവത്തിന്റെ നാമം പരിശുദ്ധമാണ്, വിശുദ്ധമാണ്. പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മളും ഈ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് പ്രഥമമായ സ്ഥാനം ഹൃദയത്തിൽ നൽകുമ്പോഴാണ് ദൈവരാജ്യം സംസ്ഥാപിതമായിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് ദൈവ തിരുമനസ്സ് നിറവേറുക. കർത്തൃപ്രാർത്ഥനയുടെ 2-ാം ഭാഗത്തിലേക്ക് വരാം. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് തീറ്റിപ്പോറ്റിയ കർത്താവിനെ നമുക്ക് ഓർമ്മ വരും. തുടർന്ന് ക്ഷമയെക്കുറിച്ച് നന്നായി പഠിപ്പിക്കുക കൂടിയാണ് കർത്താവ്. ക്ഷമിക്കാൻ കഴിയാതെ ഈ പ്രാർത്ഥന ഹൃദയം കൊണ്ട് ചൊല്ലാൻ ആർക്കും കഴിയില്ല. വരൻ എന്ന മനോഹരമായ സിനിമയിൽ ഒരു വൈദികൻ ഇങ്ങനെ പേടിച്ചു വിറച്ച് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്താൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. അപ്പം എല്ലാവരും തലയാട്ടും. വീണ്ടും അദ്ദേഹം പറയും, എന്നിട്ട് നിങ്ങൾ തെറ്റ് ചെയ്താൽ ദൈവം വീണ്ടും ക്ഷമിക്കും. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ട് അച്ഛൻ എല്ലാവരോടും ചോദിക്കും, എന്നിട്ടും മനസാക്ഷിയിലായി നിങ്ങൾ തെറ്റ് ചെയ്താൽ ദൈവം എന്നെ എടുക്കും? എല്ലാവരും നോക്കുന്നുണ്ടേ. അപ്പോൾ പലരും പരസ്പരം നോക്കുന്നുണ്ട്, ഉത്തരം അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. ഒടുവിൽ അല്പനേരം കഴിയുമ്പോൾ ഈ അച്ഛൻ പറയും, അങ്ങേരെ എന്നെ എടുക്കാനാ, അങ്ങേരങ്ങ് ക്ഷമിക്കൂ, പുള്ളിക്കത് മാത്രമേ അറിയത്തുള്ളന്നേ. സ്നേഹം ക്ഷമയാണെന്നേ. ലവ് ഫോർഗീവ്സ്. അതുകൊണ്ടാണ് കർത്താവ് എന്നും നമ്മളോട് ക്ഷമിക്കുന്നത്. യെശയ്യാ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. കർത്തൃപ്രാർത്ഥനയുടെ അവസാനത്തെ 2 പെറ്റീഷൻസിൽ ഒന്ന് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് പ്രാർത്ഥിക്കുക. മനുഷ്യരാണ്, നമുക്കെല്ലാവർക്കും പ്രലോഭനം ഉണ്ടാകും, പ്രലോഭനം ഉണ്ടാകണം. എന്നാലും അതിനെ അതിജീവിക്കുവാൻ ആഴമായ പ്രാർത്ഥന ഉണ്ടാവട്ടെ. അതിനെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവസാനത്തെ പെറ്റീഷൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. യേശു വന്നത് നമ്മളെ തിന്മയിൽ നിന്ന് മോചിക്കാനാണ്. അപ്പോൾ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ആഴമായ പ്രാർത്ഥന കൂടി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കർത്താവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നും എപ്പോഴും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാം, നന്മയിലേക്ക് കൂടുതൽ അടുക്കാം. കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ടാണ് കുറെ കൂടി തിന്മയിൽ നിന്ന് അകലുന്നതും നന്മയിൽ ഉറച്ചു നിൽക്കുന്നതും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. എന്നും എപ്പോഴും ആഴമായ വിശ്വാസത്തോടു കൂടെ എല്ലാവരുമായി രമ്യതപ്പെട്ട് എല്ലാവരെയും നമ്മുടെ സ്നേഹവലയത്തിനുള്ളിൽ കൊണ്ടുവന്ന് കർത്തൃപ്രാർത്ഥന ചൊല്ലാനും അതനുസരിച്ച് ജീവിക്കുവാനും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.